വടകര MDMA കേസിൽ പിടിയിലായ അധ്യാപിക കീർത്തനയ്ക്കെതിരെ കൂടുതൽ തെളിവുകളുമായി പോലീസ് പുറത്തു വന്നിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് മുൻപിൽ വികാരാധീനയായി കുറ്റം നിഷേധിച്ച കീർത്തനയുടെ അക്കൗണ്ട് വഴി കഴിഞ്ഞ 5 മാസത്തിനിടെ 15 ലക്ഷം രൂപയുടെ ലഹരി ഇടപാട് നടന്നതായി പോലീസ് കണ്ടെത്തി. മറ്റ് പ്രതികളായ അധ്യാപികമാരെയും അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും. കോഴിക്കോട് ജില്ലയിൽ പോലീസും എക്സൈസും രജിസ്റ്റർ ചെയ്ത നിരവധി MDMA കേസുകളിലെ പ്രതികളുമായി ഇവർക്ക് നേരിട്ട് സാമ്പത്തിക ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ കീർത്തനയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണമൊക്കെ വന്നിരുന്നു. അതായത് താനൊരു അമ്മയാണ്, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്, ഒരു അധ്യാപികയാണ്, തനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല, ചാറ്റുകൾ പരിശോധിച്ചോളൂ എന്നൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് കീർത്തന പ്രതികരിച്ചിരുന്നത്. കീർത്തനയ്ക്ക് ഇതുമായി യാതൊരു ബന്ധമില്ലെന്ന് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് പുറത്തു വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതിലെ മുഖ്യധാര കീർത്തനയാണെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി അധ്യാപികമാരെയും ഒക്കെ ഉടനെ തെളിവെടുപ്പിനൊക്കെയായി ശേഖരിക്കും, അവരെയും പിടികൂടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 5 മാസത്തിനിടെ 15 ലക്ഷം രൂപയുടെ, നിസ്സാരമായ ഒരു തുകയൊന്നുമല്ല, 15 ലക്ഷം രൂപയുടെ ലഹരി ഇടപാട് നടന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം കോഴിക്കോട് ജില്ലയിൽ പോലീസും എക്സൈസും രജിസ്റ്റർ ചെയ്ത ഒരുപാട് കേസുകളിൽ, ഒരുപാട് MDMA കേസുകളിലേക്ക് പ്രതികളുമായി ഇവർക്ക് നേരിട്ട് സാമ്പത്തിക ബന്ധമുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കോഴിക്കോട് നിന്നും ഇതിന്റെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് നമ്മളുമായി ചേരുന്നത്. അനീഷ്, കീർത്തന ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ പുറത്തു വിട്ടിരുന്നു. ഇപ്പോൾ ഇതിലെ മുഖ്യ കണ്ണിയും കീർത്തനയാണെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിനെ തുടർന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ശരി, MS അനീഷ് കുമാർ അല്പം സമയത്തിനകം നമ്മളുമായി ചേരുന്നതായിരിക്കും. എന്തായാലും അധ്യാപകർ എന്നൊക്കെ പറയുമ്പോൾ സമൂഹം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നവരാണ്. നമുക്കെപ്പോഴും നമ്മുടെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെയും ദൈവത്തെയും പോലെ നമ്മൾ കാണുന്നവരാണ്. ഒരുപക്ഷെ ഒരിക്കലും ഒരു തെറ്റ് പറ്റില്ല എന്ന് നമ്മൾ കരുതി നമ്മൾ ഏറ്റവും മാതൃകയാക്കുന്നവരാണിവർ. അപ്പോൾ അധ്യാപികമാരുടെ ഭാഗത്ത് നിന്ന് പോലും ഇങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ, അതും ലഹരി കേസുമായി ബന്ധമുള്ള അധ്യാപികമാരെയൊക്കെ നമ്മൾ കാണാൻ ഇടയാകുമ്പോൾ തീർച്ചയായും സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളൊരു ചിന്തയൊക്കെ നമുക്ക് മുന്നിൽ വരികയാണ്. എന്തായാലും ഈ കേസിൽ ഇനിയും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് തേടേണ്ടിയിരിക്കുന്നു. ഇത് വലിയൊരു ശൃംഖലയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി, അനീഷിലേക്ക് നമുക്ക് പോവാം. അനീഷ്, എന്തൊക്കെയാണ് കേസിന്റെ വിശദാംശങ്ങൾ? ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി പുറത്തേക്ക് ഇറക്കിയപ്പോഴാണ് തനിക്ക് കേസിൽ പങ്കില്ല, അല്ലെങ്കിൽ താൻ ഒരു അമ്മയാണ്, താൻ അധ്യാപികയാണ്, തന്റെ അക്കൗണ്ട് കാലിയാണ് എന്നടക്കമുള്ള ചില അവകാശവാദങ്ങൾ പ്രതി നടത്തിയത്. 2 ദിവസം പോലീസ് വിശദമായി തന്നെ ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിലാണ് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്ന സൂചനകൾ ലഭിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇവരുടെ അക്കൗണ്ട് കാലിയാണെന്ന് പറയുമ്പോഴും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ 15 ലക്ഷത്തോളം രൂപയുടെ ഇടപാടുകൾ ഇവരുടെ മാത്രം അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇവരുടെ അക്കൗണ്ട് വിശദാംശങ്ങളും മറ്റുമൊക്കെ ചൂണ്ടിക്കാണിച്ചു, ബാങ്ക് സ്റ്റേറ്റ്മെന്റും മറ്റുമൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇവരോട് ചോദ്യം ചെയ്തപ്പോൾ ആ പല ചോദ്യങ്ങൾക്കും മൗനമായിരുന്നു ഇവരുടെ മറുപടി എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈ അന്വേഷണവുമായി കീർത്തന സഹകരിച്ചു എന്ന് പറയാൻ കഴിയില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നിന്നും അറിയേണ്ടതുണ്ട്. ഇവർക്ക് കേസിൽ പങ്കില്ല എന്ന് പറയുമ്പോഴും ഇവരുടെ കോൾ വിശദാംശങ്ങളും വാട്സാപ്പ് ചാറ്റുകളും മറ്റുമൊക്കെ ഈ ലഹരി ഇടപാടുകാരുമായി ഇവർക്ക് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് എന്നും പോലീസ് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അനിവാര്യമാണ്. ഇനിയിപ്പോൾ ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസിൽ നേരത്തെ അറസ്റ്റിലായ കാവ്യ, നീഷ്മ തുടങ്ങിയ അധ്യാപികമാരെ കൂടി ചോദ്യം ചെയ്യും. ഇവർ പറഞ്ഞതിൽ നിന്നും എത്ര വിഭിന്നമായാണ് കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ 3 പേരും നൽകുന്ന. ശരി, അനീഷ് കുമാറാണ് നമുക്ക് ഈ വടകര MDMA കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.